ഫ്രഷ് കട്ട് മാലിന്യ സംസ്കരണ കേന്ദ്രത്തിന് മുൻപിൽ പ്രതിഷേധം ഇന്നും തുടരും. മാലിന്യ ലോഡുമായി എത്തിയാൽ വാഹനങ്ങൾ തടയുമെന്ന് സമരക്കാർ അറിയിച്ചിട്ടുണ്ട്. വാഹനം കൊണ്ടുവരില്ലെന്ന ധാരണയിലാണ് ഇന്നലെ റോഡ് ഉപരോധ സമരം അവസാനിപ്പിച്ചത്. കൂടുതൽ വിശദാംശങ്ങളുമായി MS അനീഷ് കുമാറാണ് നമ്മളോടൊപ്പം ചേരുന്നത്. അനീഷ്, ഇന്നലെ ഫ്രഷ് കട്ടുമായി ബന്ധപ്പെട്ട് വലിയ പ്രക്ഷോഭങ്ങൾ, വലിയ പ്രതിഷേധങ്ങളാണ് ഉയർന്നത്. ഇപ്പോൾ എന്താണ് ഇതുമായി ബന്ധപ്പെട്ടുള്ള സാഹചര്യം? സാറേ, ഇന്നലെ വലിയ കാര്യക്ഷമമായ സമരം തന്നെയാണ് ഇന്നലെ നടന്നത്. കാരണം സർക്കാർ ഉത്തരവ് പ്രകാരം മലിനീകരണ നിയന്ത്രണ ബോർഡ് സ്ഥാപനം നിരന്തരമായി മലിനീകരണം ചട്ടങ്ങൾ ലംഘിക്കുന്നെന്ന് ചൂണ്ടിക്കാട്ടി അതിന്റെ ലൈസൻസ് റദ്ദാക്കുകയും സ്ഥാപനം അടച്ചുപൂട്ടാനുള്ള ഉത്തരവ് നൽകുകയും ചെയ്തിരുന്നു. എന്നാൽ അതിന് തൊട്ടു പിന്നാലെ ഈ സ്ഥാപനത്തിന്റെ ഉടമകൾ ഹൈക്കോടതിയെ സമീപിക്കുകയും അനുകൂലമായ ഉത്തരവ് നേടുകയായിരുന്നു. സ്ഥാപനം വീണ്ടും തുറന്നു പ്രവർത്തിക്കുന്നതിനുള്ള അനുമതി ലഭിച്ചു. താൽക്കാലികമായി മലിനീകരണ നിയന്ത്രണ ബോർഡിന്റെ ഉത്തരവ് സ്റ്റേ ചെയ്യുകയും ചെയ്തു. അതിന് പിന്നാലെ ജില്ലാ കളക്ടറും ഒപ്പം മലിനീകരണ നിയന്ത്രണ ബോർഡിലെ ഉദ്യോഗസ്ഥരും സംയുക്തമായി ഈ സ്ഥാപനത്തിൽ പരിശോധന നടത്തുകയും അതിന്റെ റിപ്പോർട്ട് 13-ാം തീയതിക്കുള്ളിൽ കോടതിക്ക് സമർപ്പിക്കുകയും ചെയ്യണമെന്ന് പറഞ്ഞു. ഇന്നലെ ഒരുപക്ഷെ കളക്ടർ സ്ഥാപനത്തിൽ പരിശോധനയ്ക്ക് എത്തിയേക്കാം എന്ന ചില സൂചനകളും ഉണ്ടായിരുന്നു. ഇതേ തുടർന്ന് ഈ സമരസമിതി വീണ്ടും സജീവമാക്കുകയും അവർ വീണ്ടും പ്രക്ഷോഭവുമായി രംഗത്തെത്തുകയുമായിരുന്നു. മാലിന്യം നിറച്ച വണ്ടികൾ, ഈ കോഴി മാലിന്യങ്ങളാണ് അവിടെ സംസ്കരിക്കപ്പെടുന്നത്. ആ മാലിന്യങ്ങളുമായി സ്ഥാപനത്തിലേക്ക് എത്തുന്ന വാഹനങ്ങൾ തടയും എന്ന് അവർ പ്രഖ്യാപിക്കുകയും വഴിയിൽ നിലയുറപ്പിക്കുകയും ചെയ്തു. എന്നാൽ സ്ഥാപനത്തിലേക്ക് ഇന്നലെ ഈ കോഴി മാലിന്യങ്ങൾ എത്തിയില്ല. പിന്നീട് ജനപ്രതിനിധികളടക്കം വന്ന് ആ സമരം നടത്തുന്ന ഒരു സാഹചര്യമുണ്ട്. പക്ഷേ വൈകുന്നേരത്തോടുകൂടി ഈ മാലിന്യങ്ങൾ താൽക്കാലികമായി എത്തിക്കില്ല എന്നൊരു ഉറപ്പ് ഈ സ്ഥാപനത്തിന്റെ ഉടമകളുടെ ഭാഗത്തു നിന്ന് നൽകി. ഇതേ തുടർന്ന് ആ സമരം അവസാനിപ്പിക്കുകയായിരുന്നു. ഇന്നെന്തായാലും കാര്യമായ ഒരു പ്രതിഷേധം അവിടെ ഉണ്ടാകുമെന്ന് നമുക്ക് പറയാൻ കഴിയില്ല. കാരണം തിങ്കളാഴ്ചത്തേക്കായിരിക്കും കളക്ടർ അടങ്ങുന്ന സംഘം അവിടെ സംയുക്ത പരിശോധനയ്ക്കായി എത്തുന്നത്. ആ സമയത്ത് വീണ്ടും ഒരു പ്രക്ഷോഭം കടുപ്പിക്കാൻ തന്നെയാണ് സമരസമിതിയുടെ തീരുമാനം. എന്തായാലും ഒരു തരത്തിലും ഈ സ്ഥാപനത്തെ തുടർന്ന് അവിടെ പ്രവർത്തിക്കാൻ അനുവദിക്കില്ല. സ്ഥാപനം പൂട്ടും വരെ സമരം തുടരും എന്നാണ് ഈ സമരസമിതി അറിയിച്ചിരിക്കുന്നത്. ശരി നീഷ. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.